ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. നൂറ്റാണ്ടിന്റെ ചരിത്ര പാരമ്പര്യമുണ്ട് നായർ സർവീസ് സൊസൈറ്റിക്ക്. 1914 നായർ സമുദായത്തിന്റെ ഉന്നമനത്തിനായി മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ച സംഘടനയാണ്. പിന്നെ കേരളമാകെ പടർന്നു. രാഷ്ട്രീയ പാർട്ടികളിലും സർക്കാർ സംവിധാനങ്ങളിലും താൽപര്യക്കാരെ താക്കോൽ സ്ഥാനത്ത് നിയോഗിക്കാൻ വരെ കഴിവുള്ള ശക്തരായി പിൽക്കാലത്ത് മാറി. കാർക്കശ്യക്കാരനായ ജി സുകുമാരൻ നായർ നയിക്കുന്ന ഇന്നത്തെ നേതൃത്വത്തിനെതിരെ NSS സംഘം കൂടിയായ മുൻമന്ത്രി KB ഗണേഷ് കുമാറിന്റെ തുറന്നു പറച്ചിലാണ് പുതിയ ചർച്ച. ഏകാധിപത്യവും ജനാധിപത്യമില്ലായ്മയുമാണ് ഇപ്പോഴത്തെ സംഘടനയിലെന്നാണ് ഗണേഷിന്റെ കുറ്റപ്പെടുത്തൽ. സ്വജനപക്ഷപാതവും സാമ്പത്തിക തട്ടിപ്പുമടക്കം ആരോപണങ്ങൾ ഏറെയാണ്. എന്നാൽ പോയി കേസ് കൊടുക്കൂ എന്നാണ് സുകുമാരൻ നായരുടെ വെല്ലുവിളി. കേസ് കൊടുക്കാൻ മനസ്സില്ല എന്നും ജനകീയ കോടതിയിൽ നേരിടുമെന്നുമാണ് ഗണേഷിന്റെ മറുപടി. പത്തനാപുരം NSS താലൂക്ക് യൂണിയൻ സുകുമാരൻ നായരുടെ നിർദ്ദേശത്തെ തുടർന്ന് പിരിച്ചുവിട്ടതാണ് ഗണേഷ് കുമാറിനെ കൂടുതൽ ചൊടിപ്പിച്ചത്. സംഘടനയുടെ പ്രധാന ഘടകമായ ഡയറക്ടർ ബോർഡിൽ നിന്നും ഗണേഷിനെ നീക്കി നേരത്തെ തന്നെ സുകുമാരൻ നായർ അംഗം കുറിച്ചിരുന്നു. പത്തനാപുരത്തെ തോൽവിയിലടക്കം സുകുമാരൻ നായരുടെ ഇടപെടൽ സംശയിക്കുന്നുണ്ട് ഗണേഷ് കുമാർ. NSSലെ സുകുമാരൻ നായർ വിരുദ്ധ ചേരിയുടെ പടയാളിയാകുമോ ഇനി KB ഗണേഷ് കുമാർ? നേതൃത്വത്തോട് തെറ്റിയവർ രൂപം കൊടുത്ത NSS സംരക്ഷണ വേദിയുടെ ശബ്ദം ഇനി ഗണേഷ് കുമാറോ? പോരിലാര് എന്നതാണ് ചോദ്യം. ചർച്ചയിൽ രാഷ്ട്രീയ നിരീക്ഷകരായ ശ്രീ N ശ്രീകുമാർ, ശ്രീ KG ജ്യോതിർഘോഷ്, ശ്രീ ജോർജ് പൊടിപ്പാറ, ഒപ്പം ബ്രിഗേഡിയർ മോഹനൻപിള്ള. അദ്ദേഹം NSS സംരക്ഷണ സമിതിയുടെ പ്രതിനിധിയാണ്. ആദ്യം ഞാൻ ശ്രീ ജ്യോതിർഘോഷിലേക്ക് പോവുകയാണ്. ശ്രീ KG ജ്യോതിർഘോഷ്, ഇതിപ്പോൾ NSSന്റെ പത്തനാപുരം യൂണിയൻ പിരിച്ചുവിട്ടതിലുള്ള ഒരു പ്രതിഷേധം മാത്രമായിട്ടാണോ ഇപ്പോൾ ഗണേഷ് കുമാറിന്റെ പ്രതികരണത്തെ കാണേണ്ടത്? ഗണേഷ് കുമാറിന്റെ പ്രതികരണത്തിന് മുൻപ് തന്നെ NSS സംരക്ഷണ സമിതി എന്നൊരു സംവിധാനം ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ NSSനകത്ത് നടക്കുന്നത്? NSSനകത്ത് ഇപ്പം നടക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗണേഷ് കുമാറിലൂടെ അല്ല നാം അറിയുന്നത്. ഇത് വളരെ നാളുകളായിട്ട് ഇവിടെ നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ്. ഇപ്പോൾ ഈ ഗണേഷ് കുമാറിൻ്റെ ഈ വരവോടുകൂടി എനിക്ക് തോന്നുന്നു ഈ NSS സംരക്ഷണ സമിതി അതേപോലെ തന്നെ ഈ സമുദായത്തിന് NSS അല്ലെങ്കിൽ നായർ സമുദായത്തിനകത്ത് ചിന്തിക്കുകയും അതേപോലെ തന്നെ നീതിയുക്തമായിട്ടൊക്കെ പ്രവർത്തിക്കുകയും വിദ്യാഭ്യാസമുള്ള ഒരു വലിയ വിഭാഗമുണ്ട്. അവരൊക്കെ വളരെ നേരത്തെ തന്നെ ഇതിനകത്ത് വളരെ അതൃപ്തരാണ്. പക്ഷേ അവർക്ക് സ്വന്തം നിലയിൽ മുമ്പോട്ട് വരാൻ പറ്റില്ല. അങ്ങനെ ഒരു മൂവ്മെന്റ് ഇപ്പോൾ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. ആ മൂവ്മെന്റിന് തടസ്സം നിൽക്കുന്നതായിരിക്കും ഗണേഷ് കുമാറിനെ ആ മൂവ്മെന്റിന്റെ പടയാളിയാക്കുകയാണെങ്കിൽ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഗണേഷ് കുമാർ ഇപ്പോൾ വിളിച്ചു പറയുന്നത് യഥാർത്ഥ സുകുമാരൻ നായരെ കുറിച്ച് വിളിച്ചു പറയുന്നത് മുഴുവൻ ശരി തന്നെയാണ്, ഒരു സംശയം വേണ്ട കാര്യം. അതേപോലെ തന്നെ സുകുമാരൻ നായരെ കുറിച്ച് പറയുന്നത് തന്നെയാണ്. ഇപ്പൊ ഈ എല്ലാം തുടക്കം ഈ അനൂപ് ചന്ദ്രന്റെ ഈ ദേവദാരു ഞാൻ ഇടപെട്ടോടെ ശ്രീ ജ്യോതിഘോഷ്, നമുക്ക് ചർച്ചയിലേക്ക് വരാം. അതിനു മുമ്പ് രാഷ്ട്രപതിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശം इसे हम पूरी शान से फहराते हैं। 15 अगस्त 1947 के दिन भारत माता पराधीनता की बेड़ियों से मुक्त हुई। सभी देशवासी स्वतंत्र भारत की नियति के निर्माता बने। हम भारत के लोग अपने सपनों को साकार करने के अवसरों का उपयोग कर सके और भारत को सर्वश्रेष्ठ राष्ट्र बनाने की भावना से कार्य करें, इसी में स्वतंत्रता की सार्थकता है। निष्ठावान विद्यार्थी और शिक्षक, विकास के लिए तत्पर वैज्ञानिक और इंजीनियर, स्वास्थ्य सेवा में कार्यरत डॉक्टर और स्वास्थ्यकर्मी, मेहनती श्रमिक और अन्नदाता किसान अपने प्रयासों से राष्ट्र निर्माण कर रहे हैं। प्रतिभावान खिलाड़ी, शिल्पकार तथा कलाकार, मार्गदर्शक बुद्धिजीवी, निजी और सार्वजनिक क्षेत्र की टीमों के कर्मठ सदस्य, जनहित में सेवारत जनप्रतिनिधि, न्याय व्यवस्था से जुड़े न्यायकर्मी, कार्यनिष्ठ सिविल सेवक, अर्थव्यवस्था में योगदान देने वाले छोटे बड़े सभी निवेशक, निस्वार्थ समाजसेवी और स्वच्छता अभियान के अग्रणी कार्यकर्ता, हमारे सभी सफाई में देश की प्रगति में महत्वपूर्ण भूमिका निभा रहे हैं। अन्य क्षेत्रों में सक्रिय असंख्य देशवासी तथा संविधान में निहित मूल कर्तव्यों का पालन करने वाले सभी नागरिक राष्ट्र निर्माण में महत्वपूर्ण भागीदार है। मैं उन सभी के हृदय से सराहना करती हूँ। तीनों सेनाओं के जवानों, सभी सशस्त्र पुलिस बलों एवं पुलिस कर्मियों की कर्तव्य निष्ठा के लिए मैं उनकी विशेष सराहना करती हूँ। विश्व पटल पर
भारत का मान सम्मान बढ़ाने वाले प्रवासी भारतीयों और दूतावासों में कार्यरत देशवासियों की मैं प्रशंसा करती हूँ। प्यारे देशवासियों, स्वाधीनता के शताब्दी वर्ष 2047 तक विकसित भारत के निर्माण के लिए हम आगे बढ़ रहे हैं। अंत्योदय की भावना के साथ हमारा संकल्प है कि विकास का लाभ प्रत्येक व्यक्ति तक पहुंचे। अपनी समृद्ध विरासत और स्वाधीनता संग्राम के आदर्शों को अपनाते हुए हम आधुनिक विकास के मार्ग पर अग्रसर है। वयं राष्ट्र जागृयम, ये वेदवाक्य हमें प्रेरणा देता है कि हम राष्ट्र के लिए सदैव जागरूक रहे। हमारे स्वाधीनता संग्राम में संघर्षरत अलग अलग विचारधाराओं के लोगों का लक्ष्य एक ही था, भारत की स्वतंत्रता। स्वदेशी आंदोलन के दौरान वंदे मातरम जन जन का गीत बन गया। राष्ट्रपिता महात्मा गांधी के नेतृत्व में अनगिनत देशवासी स्वाधीनता संग्राम से जुड़ गए। बाबा साहेब डॉक्टर भीमराव अंबेडकर ने समाज सुधार तथा राष्ट्र निष्ठा के उच्च आदर्श प्रस्तुत किए। भारत माता की उन सभी महान संतानों को मैं सादर नमन करती हूँ, जिनके आदर्श पर चलते हुए हमारा देश स्वतंत्र हुआ और आगे बढ़ा। आज 14 अगस्त के दिन को हम विभाजन विभीषिका स्मृति दिवस के रूप में मनाते हैं। हम उन लाखों देशवासियों को याद करते हैं जो विभाजन से जुड़ी हिंसा में मारे गए या विस्थापन की त्रासदी झेलने को मजबूर हुए। सांप्रदायिक हिंसा की वजह से लाखों लोगों को शरणार्थी बनना पड़ा और बंटवारे की विभीषिका सहन करनी पड़ी। फिर भी उन्होंने अपनी पहचान नहीं छोड़ी। जब हमारा देश स्वतंत्र हुआ उस समय देश के विभाजन के गंभीर परिणामों के साथ साथ 550 से अधिक റിയാസത്തോ സ്വാതന്ത്ര്യദിന സന്ദേശമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരിച്ച് ചർച്ചയിലേക്ക് വരികയാണ്. ശ്രീ ജ്യോതിഘോഷ്, അങ്ങേക്ക് തുടരാം. അപ്പം അതുകൊണ്ട് പറഞ്ഞു വന്നത് ഇപ്പം ഈ നായർ സമുദായ അംഗങ്ങളിൽ തന്നെ വളരെ നീതിപൂർവമായിട്ട് ചിന്തിക്കുന്നവരും ചില ജീവിത മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവരുമായ ആൾക്കാരാണ് വളരെ കൂടുതലുള്ള ആൾക്കാർ. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നാണ് ഇതിൻ്റെ ഈ സുകുമാരൻ നായരുടെ നേതൃത്വത്തിലുള്ളൊരു സ്വീകാര്യമില്ലായ്മ വരികയും അതിനെതിരെയുള്ളൊരു മൂവ്മെൻറ്റായി ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. ആ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവർ എന്തുകൊണ്ടാണോ സുകുമാരൻ നായരുടെ നേതൃത്വത്തെ തിരസ്കരിക്കാൻ ആഗ്രഹിക്കുന്നത്, അതിൻ്റെ കാരണം കൊണ്ട്, അതേ കാരണം കൊണ്ട് തന്നെ അവർക്ക് ഗണേഷ് കുമാറിനെയും സ്വീകരിക്കാൻ പറ്റില്ല. കാരണം അത്തരം സംഗതികളിലേക്ക് എത്രയോ കാരണം ഗണേഷ് കുമാറിൻ്റെ വിശ്വാസ്യത നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ എല്ലാ രീതിയിലുള്ള മൂല്യങ്ങളോടുള്ള ഇപ്പോൾ അന്തസ്സിനെക്കുറിച്ചും മാന്യതയെക്കുറിച്ചും ഒക്കെ ഗണേഷ് കുമാർ പറയുമ്പോഴും അത് എന്താണ് ഗണേഷ് കുമാറിൻ്റെ അന്തസ്, ഗണേഷ് കുമാറിൻ്റെ മാന്യത, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഈ പറയാൻ ആരംഭിച്ചത് ഈ അനൂപ് ചന്ദ്രൻ്റെ സിനിമയുടെ അനൂപ് ചന്ദ്രൻ്റെ പുസ്തകം ദേവദാരു മരത്തിലെ ഇത്തിൽ കണ്ണികൾ, ഈ പുസ്തക പ്രകാശനത്തിലൂടെയാണ് ഈ വിവാദത്തിന് ശരിക്കും പറഞ്ഞാൽ ഗണേഷ് കുമാറിൻ്റെ ഈ ഒരു വെല്ലുവിളി ആരംഭിക്കുന്നത്. എനിക്ക് തോന്നുന്നു അനൂപ് ചന്ദ്രന് ഈ ദേവദാരു മരം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും കേരളത്തിൽ ഈ ദേവദാരു നമ്മളിവിടെ ചെറിയ നഴ്സറിയിലൊക്കെ എൻ്റെ തൈ കിട്ടുമെങ്കിലും കേരളത്തിൽ ഇത് വളരത്തില്ല. ഈ ദേവദാരു വളരുന്നത് ഹിമാലയത്തിൽ മാത്രമാണ് യഥാർത്ഥ ദേവദാരു വളരുന്നത്. ഇത് വ്യാപകമായി വെട്ടിമുറിച്ചതിൻ്റെ പേരിൽ ഇത് വംശനാശവും നേരിടുകയാണ്. അപ്പോൾ അതിനെ നേരിടാനായിട്ട് നമ്മുടെ തൃപ്പൂണിത്തുറ ഉദയംപേരിലുള്ള ഒരു ഡോക്ടർ ദിലീപ്, അദ്ദേഹത്തിൻ്റെ സ്വന്തം നേതൃത്വത്തിൽ ഹിമാചൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചേർന്ന് അവിടെ ഈ ദേവദാരു എല്ലാ വർഷവും വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഈ ദേവദാരുവിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ്. എല്ലാ തരത്തിലുള്ള രോഗങ്ങൾക്ക് ഔഷധ ഗുണമുള്ള സംഗതിയാണ് ഇതിൻ്റെ തടിയും നെയ്യും ഒക്കെ. ഇതിനൊരു ചില പ്രത്യേക സ്വഭാവമുണ്ട്, മനുഷ്യർക്കില്ലാത്തതിനേക്കാൾ ചില ക്വാളിറ്റിയൊക്കെ ഉണ്ട്. കാരണം ഈ ഒരു പെൺ ദേവദാരുവിൻ്റെ അടുത്തൊരു ആൺ ദേവദാരു ഉണ്ടെങ്കിൽ മാത്രമേ ഈ പരാഗണം നടക്കുകയുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ശീലങ്ങളുള്ളതാണ്. അപ്പോൾ ഈ ഇതിനകത്ത് അപ്പോൾ ഈ കേരളത്തിൽ ഈ ദേവദാരു ഇല്ലാത്തതുകൊണ്ട് ഈ അനൂപ് ചന്ദ്രനും ഒരു രൂപകാത്മകമായിട്ടാണ് ഈ ദേവദാരു മരത്തിലെ ഇത്തിൽ കണ്ണികൾ ഉപയോഗിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭാരതത്തിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിൽ ഭാരതത്തിൻ്റെ ഒരു ദേവദാരുവാണ് ശരിക്കും കേരളം എന്ന് പറയുന്നത്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. സാംസ്കാരികമായിട്ടാണെങ്കിലും പ്രകൃതിയുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും എല്ലാ അർത്ഥത്തിലും ഒരു ദേവദാരുവാണ്. ഈ ദേവദാരുവിൻ്റെ ശാഖകളാണ് ഇവിടുത്തെ NSSും SNDPയും അതേപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ PSC ആണെങ്കിലും സർവകലാശാലകളും എല്ലാ സ്ഥാപനങ്ങളും. ഇതെല്ലാം ഈ ദേവദാരു മരത്തിൻ്റെ ശാഖകൾ മുഴുവൻ ഇത്തിൽ കണ്ണികളുണ്ടെന്ന് അറിഞ്ഞു എന്നുള്ളതാണ് പ്രശ്നം.
ഇതിന്റെ ഈ ദേവദാരു മരത്തെ കാണാൻ വയ്യേണ്ട രീതിയിൽ എല്ലാ ശാഖകളും അതിന്റെ തടിയും ഒക്കെ ഈ ഇത്തിൽക്കണികളെ കൊണ്ട് നിറഞ്ഞു. ഈ ഇത്തിൽക്കണികളുടെ ഒരു സ്വഭാവമുണ്ട്, ഇതിനകത്ത് ഈ പുള്ളിയുറുമ്പ് അല്ലെങ്കിൽ പച്ചുറുമ്പ് എന്നൊക്കെ പറയുന്ന സംഗതി ഒന്ന് കൂട് കെട്ടും. അങ്ങനെ ഈ ഒരു ഇത്തിൽക്കണ്ണിയിലെ തെറിച്ച് തറയിൽ വീണ ഒരു പുള്ളിയുറുമ്പുള്ള കൂടുള്ള ഇത്തിൽക്കണ്ണിയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അതിന്റെ ഒരു ബഹളമാണ് നമ്മൾ ഗണേഷ് കുമാറിലൂടെ നമ്മൾ കേൾക്കുന്നത്. അതിന്റെ ആ ഉറുമ്പുകളുടെ കടിയാണ് സത്യം പറഞ്ഞാൽ ഇന്ന് അനൂപ് ചന്ദ്രന്റെ സഹോദരന്റെ ഭാര്യയും സഹോദരനും കൂടെ NSS ആസ്ഥാനത്ത് നിന്ന് സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹതാപം തോന്നും. കാരണം അവരുടെ ആ സഹോദരന്റെ ഭാര്യയ്ക്ക് രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പാണാവള്ളി സ്കൂളിൽ പോകാം. പക്ഷെ ഈ ഒരു പുസ്തക പ്രകാശനത്തിനും ഈ ഗണേഷ് കുമാറിന്റെ വെല്ലുവിളിക്ക് ശേഷം പാണാവള്ളിയിലെ സ്കൂളിൽ നിന്ന് ആ അനൂപ് ചന്ദ്രന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയെ കരുവാറ്റയിലേക്ക് എടുത്ത് അടിച്ചിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. അത് NSS നേതൃത്വം ചെയ്തതാണ്. അപ്പൊ അവർക്ക് സമയത്തിന് അവിടെ സ്ഥലം മാറ്റം നോക്കുക. അതെ അതെ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ കേരളത്തിൽ ഒരു പുതിയ പ്രവണത കാണുന്നുണ്ട്. അത് ശരിക്കും CPM-ന്റെയും DYFI-യുടെയും SFI-യുടെയും ഒക്കെ ഭാഗത്തു നിന്നാണ്. പോലീസുകാരെ വരട്ടുന്നുണ്ട്. നിങ്ങൾ അടിച്ചോളൂ, ലാത്തി കൊണ്ട് കുത്തിക്കോളൂ, നിങ്ങളുടെ പേര് ഞങ്ങൾ നോക്കി വെക്കും, നിങ്ങൾക്ക് വീട്ടിൽ ഭാര്യയും പെങ്ങളും മക്കളും ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത് എന്നുള്ള സാധനം. പണ്ടിത് കൊട്ടേഷൻ സംഘങ്ങളായിരുന്നു ഇത്തരം പ്രക്രിയകളിൽ ഏർപ്പെട്ടിരുന്നത്, വിശേഷിച്ചും 80കളില് ബോംബെയിലെ അധോലോകം. പക്ഷെ ഇപ്പൊ ഇത് അതേ സംഗതി തന്നെയാണ് ഇപ്പൊ ഈ NSS നേതൃത്വത്തിലും സുകുമാരൻ നായർ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ആ നിരപരാധികളായിട്ട് ആ സ്ത്രീയുടെ ജീവിതം, ആ കുട്ടികളുടെ അവസ്ഥ, ഇവിടെയൊക്കെയാണ് ഈ NSS നേതൃത്വത്തിന്റെ ആ ഒരു മനുഷ്യത്വമില്ലായ്മ കാണുന്നത്. ആ ഒരു വളരെ നിസ്സാരമായിട്ട് അദ്ദേഹത്തിന് അവിടെ നിന്ന് പാണാവള്ളിയിൽ നിന്ന് കരുവാറ്റയിലേക്ക് മാറ്റാം. പക്ഷെ 2 കൊച്ചു പെൺകുട്ടികളുള്ള ഒരു അമ്മയാണത്. ഒന്ന് ആലോചിച്ച് നോക്കുക അവർ നേരിടുന്ന ബുദ്ധിമുട്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഇത്തിൽക്കണ്ണികളാണ് ഇവിടെ മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അടർന്നു വീണ ഒരു ഇത്തിൽക്കണ്ണിയാണ് ഗണേഷ് കുമാർ. പക്ഷെ അതുകൊണ്ട് ഇവിടെ സുകുമാരൻ നായരുടെ അതിനെ മാറ്റാനോ ഒരു ചലനവും ഇവിടെ സൃഷ്ടിക്കാൻ പോകുന്നില്ല. ഈ ഉറുമ്പുകളുടെ അങ്ങോട്ടുള്ള ഓട്ടവും കടിയും കുറച്ചും നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ. ശരി, ശ്രീ ജോർജ് പൊടിപാറ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? ശ്രീ ജ്യോതിർഘോഷ് പറഞ്ഞ ഒരു കാര്യം, 2 ശരികൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ, രണ്ടുപേരും പറയുന്നത് പുറത്തേക്ക് വന്നിരിക്കുന്നത് സത്യങ്ങളാണ്. പക്ഷേ രണ്ടുപേരുടെ ഭാഗത്തും അവരുടെ കയ്യിലിരിപ്പുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ രണ്ടുപേരെ അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷെ അവർ പറയുന്ന സത്യങ്ങൾ അത് സത്യമായി വെളിച്ചത്ത് വരുന്നു എന്നുള്ളതാണ്. അങ്ങേക്കും അതേ അഭിപ്രായമാണോ? ഇപ്പോൾ ഒരു ഏകാധിപതിയെ പോലെ പെരുമാറുന്ന സുകുമാരൻ നായർ എന്നുള്ള പല ഘട്ടങ്ങളിലായി നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതിനുശേഷമാണല്ലോ NSSന്റെ ഒരു സംരക്ഷണ സമിതി എന്നൊരു സംവിധാനം രൂപപ്പെടുകയും ചെയ്തത്. അതേക്കുറിച്ച് ശ്രീ ബ്രിഗേഡിയർ മോഹൻപിള്ള വിശദമായി പറയും. പക്ഷേ ആ സംവിധാനം പല ഘട്ടങ്ങളിലും എടുത്ത നിലപാട്, പുറത്തേക്ക് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിലപ്പുറം ഇപ്പോൾ ഗണേഷ് കുമാർ പറയുകയാണ്. സ്മൃതി, എൻ്റെ ഇപ്പോൾ ജ്യോതിർഘോഷ് പറഞ്ഞ പഴയ എൻ്റെ സഹപ്രവർത്തകനാണ്, ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളോടും എനിക്ക് പൂർണ്ണ യോജിപ്പാണുള്ളത്. കാരണം അദ്ദേഹം ഇന്ന് ഉപയോഗിക്കാത്ത വേറൊരു വാചകം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉപയോഗിച്ചു. 2 ജീർണതകൾ തമ്മിലുള്ള പോരാട്ടമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളത്. ഇതിൽ ആരാണ് കൂടുതൽ ജീർണിച്ചത് അല്ലെങ്കിൽ ആരാണ് അല്പം കുറവ് എന്നുള്ള കാര്യത്തിലേ സംശയമുള്ളൂ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? സുകുമാരൻ നായർ എന്ന് പറയുന്ന NSS ജനറൽ സെക്രട്ടറിയെക്കുറിച്ച് വളരെ കൃത്യമായി തന്നെ അല്ലെങ്കിൽ വളരെ വ്യക്തമായ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ പൊതുസമൂഹത്തിനിടയിൽ അദ്ദേഹത്തെക്കുറിച്ച് കൃത്യമായ ധാരണകളുണ്ട്. അദ്ദേഹത്തിൻ്റെ മാടമ്പിത്തരത്തെക്കുറിച്ച് ഒരളവ് വരെ അദ്ദേഹത്തിൻ്റെ പലപ്പോഴുമുള്ള അല്പത്തരത്തെക്കുറിച്ച് എല്ലാം ജനത്തിന് വലിയ കൃത്യമായ ധാരണകളുണ്ട്. അദ്ദേഹം ആ സ്ഥാനത്തിരുന്നുകൊണ്ട് സത്യത്തിൽ പലതും ആയുധമാക്കുകയാണ്. നമുക്കറിയാം, മന്നം സമുദായ ആചാര്യൻ അദ്ദേഹം എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഈ പറയുന്ന നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന വലിയ പ്രസ്ഥാനം, ആ പ്രസ്ഥാനം കേരളത്തിൻ്റെ നവോത്ഥാന മുന്നേറ്റത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അല്ലെങ്കിൽ ഒരു സംഘടനയാണ് എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. വൈക്കം സത്യാഗ്രഹത്തിലടക്കം മന്നത്ത് പത്മനാഭൻ വഹിച്ച പങ്കൊക്കെ നമുക്ക് ആലോചിക്കാവുന്നതാണ്. അതിനുശേഷം NSSൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആർക്കും അത്തരത്തിലുള്ള വലിയ ചരിത്രപരമായ പങ്കൊന്നും നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും സമുദായ ആചാര്യൻ എന്ന നിലയ്ക്ക് അദ്ദേഹം നിർവഹിച്ച പങ്ക് കേരളത്തിൻ്റെ നവോത്ഥാന മുന്നേറ്റത്തിൽ വലിയ കാഹളം മുഴക്കിയ അല്ലെങ്കിൽ എപ്പോഴും സ്വർണ്ണ ലിപികളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ആ സ്ഥാനത്തിരിക്കുന്ന സുകുമാരൻ നായരുടെ പല പ്രവൃത്തികളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മറ്റു പലരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് എന്താ പറയുക, ഭൗതികമായിട്ടും അതുപോലെ തന്നെ മറ്റു പലതരത്തിലുള്ള അവർക്കൊപ്പം എത്താനുള്ള ശേഷിയെക്കുറിച്ചും സത്യം പറഞ്ഞാൽ അദ്ദേഹം ഈ പറഞ്ഞ വലിയ ബുദ്ധിരാക്ഷസനോ അല്ലെങ്കിൽ വലിയ വിദ്യാഭ്യാസ യോഗ്യതകളോ ഒന്നുമില്ല. പക്ഷേ സംഘടനയെ എങ്ങനെ ചൊൽപ്പടിയിൽ കൊണ്ടുപോകാം എന്ന കാര്യത്തിൽ അദ്ദേഹം മറ്റു പലരെക്കാൾ മിടുക്കനാണ്.
അദ്ദേഹം ഇരിക്കുന്ന കസേരയുടെ വലിപ്പം അറിയാം. ആ കസേരയിൽ ഇരിക്കുമ്പോൾ ആ സംഘടനയുടെ ഭരണഘടന പ്രകാരം അദ്ദേഹത്തിന് സിദ്ധിക്കുന്ന സവിശേഷമായ ചില എന്താ പറയുക ചില സൗഭാഗ്യങ്ങളുണ്ട്. എളുപ്പത്തിൽ ഒരു NSS ജനറൽ സെക്രട്ടറിയെ ഒരു കാരണവശാലും പുറത്താക്കാൻ പറ്റില്ലെന്നും ആരൊക്കെ എന്തെല്ലാം കൊടുങ്കാറ്റുണ്ടാക്കിയാലും അത് ചായക്കൊപ്പയിലെ കൊടുങ്കാറ്റായിട്ട് ഒടുങ്ങുക മാത്രമാണ് സാധാരണ സാഹചര്യത്തിൽ സംഭവിക്കുകയെന്നും കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് സുകുമാരൻ നായർ. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്ര ആത്മവിശ്വാസത്തോടെ പറയുന്നത് ഇനിയിപ്പോൾ ഈ പറഞ്ഞ ഗണേശനല്ല, അതിലും വലിയ ആൾ, അതായത് അദ്ദേഹം പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതിലൊക്കെ എത്രയോ വലിയവനായിരുന്നു ആർ ബാലകൃഷ്ണപിള്ള. അദ്ദേഹം ഡയറക്ടർ ബോർഡിൽ ഇരിക്കുമ്പോൾ ഞാൻ ഒന്നും അല്ലാതിരുന്ന് ഞാനിപ്പോൾ NSS ജനറൽ സെക്രട്ടറിയുടെ കസേരയിലിരിക്കുന്നു. അദ്ദേഹത്തെ പോലും സൈഡ് ലൈൻ ചെയ്താണ് ഞാൻ ആ കസേരയിലൊക്കെ കയറിയിരുന്നത്. പിന്നെയാണോ മകൻ എന്നൊരു തോന്നൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. അതോടൊപ്പം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, സുകുമാരൻ നായർ എല്ലാം തികഞ്ഞ ഒരാളല്ല. സത്യത്തിൽ NSS ജനറൽ സെക്രട്ടറി എന്ന കസേരയിൽ മഹാരഥന്മാരിരുന്ന ആ കസേരയിൽ ഇരിക്കാൻ എത്ര കണ്ട് യോഗ്യത അദ്ദേഹത്തിനുണ്ട് എന്നുള്ള കാര്യത്തിലും ആ സ്ഥാനത്തോട് അദ്ദേഹം എത്രമാത്രം നീതി പുലർത്തുന്നുണ്ട് എന്നുള്ളതും അതിൻ്റെ മഹത്വം ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള പെരുമാറ്റമോ നയമോ അല്ലെങ്കിൽ നിലപാടുകളോ അദ്ദേഹത്തിനുണ്ടോ എന്നുള്ള കാര്യത്തിലോ ഒന്നും നമുക്ക് ഒരഭിപ്രായമില്ല. അതൊന്നും ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുതയും. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ചന്ദ്രഹാസം ഇളക്കിക്കൊണ്ടുവരുന്ന ഈ പറയുന്ന ഗണേഷ് കുമാർ എന്ന് പറയുന്ന ആർ ബാലകൃഷ്ണപിള്ളയുടെ മകൻ, അതുപോലെ തന്നെ മുൻ മന്ത്രി, ഇതൊക്കെ ആയിട്ടുള്ള രാഷ്ട്രീയ നേതാവ്, കേരള കോൺഗ്രസ് ബി നേതാവ്, ഇദ്ദേഹത്തിന് ഇപ്പോൾ പെട്ടെന്ന് എവിടുന്നാണ് ഈ ബോധതയുണ്ടായത്? അതായത് പത്തനാപുരത്തെ തോൽവിയിൽ നിന്നുണ്ടായ വലിയൊരു നിരാശയും അതുപോലെ തന്നെ ഒരു വലിയ ഫ്രസ്ട്രേഷനും, ആ തോൽവിക്ക് ഈ പറയുന്ന രീതിയിൽ പത്തനാപുരം NSS യൂണിയൻ പ്രസിഡൻ്റായിരുന്ന അദ്ദേഹത്തെ ആ യൂണിയൻ പിരിച്ചുവിട്ടതും ഡയറക്ടർ ബോർഡിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയതും വലിയൊരളവിൽ അദ്ദേഹത്തിൻ്റെ പരാജയത്തിലേക്ക് വഴിതെളിച്ചു. ആ പരാജയത്തിന് രാത്രി സമയത്ത് ആ യൂണിയനെ പിരിച്ചുവിട്ട് NSSനെ തനിക്കെതിരായി തിരിച്ച് തൻ്റെ പരാജയത്തിന് ഇന്ധനം പകർന്ന ഈ സുകുമാരൻ നായരോട് ഗണേഷ് കുമാറിന് തീർത്താൽ തീരാത്ത പക്ഷേ ശ്രീ പൊടിപാറ, ഗണേഷ് കുമാറിന്റെ പരാജയത്തിന് കാരണം അത് മാത്രമാണോ? മറ്റു വിഷയങ്ങൾ മാത്രമല്ല, നമുക്ക് അറിയാവുന്നതുപോലെ ഈ സമുദായ നേതാക്കൾ തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുള്ള ആഹ്വാനം അല്ലെങ്കിൽ ആഹ്വാനം എന്ന് തോന്നിക്കുന്ന പ്രതികരണങ്ങൾ, അത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും പ്രതിഫലിച്ചിട്ടില്ല. വിപരീതമാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിലുണ്ടായത് എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുണ്ട്. ഓരോ സമയത്തും തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യാൻ പോകുന്ന ഘട്ടത്തിൽ പോലും സുകുമാരൻ നായർ പറഞ്ഞൊരു പ്രതികരണം നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഓർമ്മയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം എടുത്ത നിലപാടുകൾ ആർക്കൊപ്പമായിരുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. ആരാണ് ജയിച്ചത്? ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറയുന്ന ആഹ്വാനം നമുക്കറിയാം. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സമുദായം എന്നുള്ള നിലയ്ക്ക് ഒരുപക്ഷെ ചിലരൊക്കെ അതിനോട് വിയോജിച്ചേക്കാം. എങ്കിൽ പോലും ഞാൻ വിചാരിക്കുന്നത് ഒരുപക്ഷെ ഒരു സമുദായത്തെ മാത്രമായിട്ട് എടുത്താൽ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ BJPയിലേക്ക് പോയിട്ടുള്ള സമുദായങ്ങളിൽ ഒന്നാണ് ഈ നായർ സമുദായം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ആകെപ്പാടെ 13% മറ്റോ വരുന്നൊരു ജനസംഖ്യയാണ്. അതിനകത്ത് UDFനൊന്നും ഈ പറഞ്ഞ വലിയ തോതിലുള്ള വോട്ടൊന്നും ബാക്കിയില്ല നായർ സമുദായത്തിനിടയിൽ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഗണേഷ് കുമാറിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ആരെയെങ്കിലും എന്താ പറയുക പഴിചാരിയേ പറ്റൂ. അദ്ദേഹം തോറ്റത് അതുകൊണ്ട് മാത്രമല്ലെന്നും അദ്ദേഹത്തിന് എന്ത് വിശ്വാസ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മാത്രമല്ല, ഇപ്പോൾ ജനറൽ സെക്രട്ടറിക്കെതിരെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഈ സമുദായത്തോടൊപ്പം നിൽക്കേണ്ടതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ, അതുപോലെ അദ്ദേഹം MLA ആയിരുന്ന സമയത്തും മന്ത്രിയായിരുന്ന സമയത്തും NSS ഡയറക്ടർ ബോർഡ് അംഗമായിരുന്ന സമയത്തും സുകുമാരൻ നായരെ വാഴ്ത്തിയതും ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അവസാനം ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ സുകുമാരൻ നായർക്കെതിരെ അദ്ദേഹം തിരിയുമ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യത എന്താണ്? നേരത്തെ കൃത്യമായിട്ട് ജ്യോതിർഘോഷ് പറഞ്ഞു, ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ ഈ കോസിനോടൊപ്പം നിൽക്കുക. സുകുമാരൻ നായർക്കെതിരെ ഈ NSS സംരക്ഷണ സമിതിയുടെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു കുന്തവനായിട്ട് മാറിയാൽ ആ കുന്തത്തിൻ്റെ മനു ഒടിഞ്ഞു പോകത്തേ ഉള്ളൂ. അത് ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ക്ഷീണിക്കുകയും ആ കോഴ്സ് തന്നെ യഥാർത്ഥത്തിൽ പരാജയപ്പെടുകയും ചെയ്യും. ഏറ്റവും വിശ്വാസ്യതയില്ലാത്ത രാഷ്ട്രീയക്കാരിൽ കേരള രാഷ്ട്രീയത്തിൽ അങ്ങനെയുള്ള ഒരാളായ ഗണേഷ് കുമാറിനെ ഈ NSS സംരക്ഷണ സമിതി അവരുടെ മുന്നണി പോരാളിയായിട്ട് വാഴ്ത്തിയാൽ അല്ലെങ്കിൽ വാഴിച്ചാൽ യഥാർത്ഥത്തിൽ സുകുമാരൻ നായർ കുറെ കൂടി ശക്തനായി മാറുക എന്നതാണ് ഫലത്തിൽ സംഭവിക്കുക. ഇപ്പൊ തന്നെ നമ്മൾ കണ്ടു, തിരുവനന്തപുരം യൂണിയനും കൊല്ലം യൂണിയനും ഒക്കെ ഗണേഷ് കുമാറിനെ പുറത്താക്കണമെന്നുള്ള രീതിയിൽ വലിയ ആവശ്യങ്ങളായിട്ട് രംഗത്ത്. അതിന് കേരളം മുഴുവൻ കേൾക്കാം. കാരണം അതാണ് NSSൻ്റെ ഒരു സ്വഭാവം. മൊത്തത്തിൽ ഞാൻ കഴിഞ്ഞൊരു ചർച്ചയിൽ പറഞ്ഞു,
NSSൽ സുകുമാരൻ നായർ, ഒരു ഭാസ്കർ പട്ടേലരും ബാക്കിയുള്ള ആളുകളൊക്കെ ഡയറക്ടർ ബോർഡിലും പ്രതിനിധി സഭയിലുള്ള ഭൂരിപക്ഷം പേരും തനി തൊമ്മിമാരുമാണ്. അവർക്കൊന്നും ഒരു അഭിപ്രായമില്ല. ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് മാത്രമാണ് അവിടെ വരുന്നത്. സുകുമാരൻ നായരോട് മുഖാമുഖം നിന്ന് ചോദ്യം ചെയ്യാനോ അതിനുള്ള ധൈര്യമൊന്നും ആർക്കില്ല. ഇനി അഥവാ ചോദ്യം ചെയ്താലും അതിൻ്റെ ഒരു സെറ്റപ്പ് വെച്ചിട്ട്, അതിൻ്റെ ഭരണഘടന വെച്ചിട്ട് സുകുമാരൻ നായർക്ക് ഒന്നും ഒട്ട് സംഭവിക്കുകയില്ല. ഇതാണ് വസ്തുത. അല്ലെങ്കിൽ അതുപോലുള്ളൊരു കൊടുങ്കാറ്റായി ഇത് മാറണം. അതിന് ഗണേഷ് കുമാറിനെ കൊണ്ട് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ശരി, ശ്രീ ബ്രിഗേഡിയർ മോഹൻപിള്ള, ഈ NSS സംരക്ഷണ സമിതിയുടെ യഥാർത്ഥ ദൗത്യം എന്താണ്? ഇപ്പോൾ നിങ്ങളുടെ നേതൃത്വത്തിലേക്ക് എത്തുകയാണ്, നിങ്ങളുടെ നേതൃതലത്തിലേക്ക് എത്തുകയാണോ ഇപ്പോൾ KB ഗണേഷ് കുമാർ? അദ്ദേഹം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളെയും ശരിവെക്കുന്നുണ്ടോ NSS സംരക്ഷണ സമിതി? സ്മൃതി, ഇന്ന് അറ്റ്ലീസ്റ്റ് ഇന്നത്തെ പാനൽ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. 3 മീഡിയ പേഴ്സൺസും ഞാനുമാണ് ഇരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും 1-2 കറക്ഷൻസ് ഉണ്ട്. കാര്യം ഇപ്പൊ തന്നെ മനസ്സിലായി. ഇവിടെ നടക്കുന്ന സംഭവം, ഈ ചർച്ച ഞാൻ 2-3 ദിവസമായിട്ട് വാച്ച് ചെയ്യുവാണ്. എന്താണ് ഈ ചർച്ചയിൽ എല്ലാവരും പറയുന്നത്? ഗണേഷ് കുമാറിന്റെ സ്വഭാവം, സുകുമാരൻ നായരുടെ സ്വഭാവം. ഈ 2 കാര്യമല്ലാതെ ഇവരാരെങ്കിലും എന്തെങ്കിലും കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ എന്തോ ഒരു ബുക്കുണ്ട്, ഞാനത് കാണിച്ചു തരാം, ദേവദാരുവിലെ ഇത്തിൽ കണ്ണികൾ. ഈ ബുക്കുമായിട്ട് അനൂപ് കൃഷ്ണന് യാതൊരു ബന്ധവുമില്ല. അനൂപ് ചന്ദ്രൻ എഴുതിയെന്നൊക്കെ പറയുന്നത് കേട്ടു. എനിക്കറിയില്ല, ബൈ മിസ്റ്റേക്ക് ആയിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞത്, പകുതി മാത്രം പറഞ്ഞിട്ട്. ഇത് ഒരു റിസർച്ച് ചെയ്ത് ഡോക്യുമെന്റ് ആയിട്ട് എഴുതി, അല്ലാതെ സാഹിത്യവും നോവൽ പ്രൈസിന് വേണ്ടി വിട്ടിരിക്കുന്ന ബുക്കല്ല. 2, അതുപോലെ തന്നെ ഗണേഷ് കുമാറിനെ ചെറുതായിട്ട് കാണുന്നു, വലുതായിട്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗണേഷ് കുമാറോ അല്ലെങ്കിൽ സുകുമാരൻ നായരോ അല്ല ഇവിടുത്തെ പ്രശ്നം. ഗണേഷ് കുമാർ ചെറുതായിരുന്നെന്നുണ്ടെങ്കിൽ എന്തിന് സുകുമാരൻ നായർ വിയർക്കണം? ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ നടക്കുന്ന ഈ സംഭവങ്ങളിൽ എന്തിനു ഇടപെടണം? ഇത് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇന്ന് ഒരു ലൈവ് എക്സാമ്പിൾ ഇപ്പോൾ പറയാം. ഇന്ന് അമ്പലപ്പുഴയിൽ ഒരു മീറ്റിംഗ് നടന്നു. അമ്പലപ്പുഴയിലെ മീറ്റിംഗില്, അതായത് അമ്പലപ്പുഴ താലൂക്ക് യൂണിയന്റെ മുന്നിലായിരുന്നു ഈ മീറ്റിംഗ്. അവസാന നിമിഷം മൈക്ക് സാങ്ഷൻ കൊടുത്തില്ല. യൂണിയൻ പ്രസിഡന്റും സെക്രട്ടറിയും, ഏറ്റവും വലിയ തമാശ, അവിടുത്തെ യൂണിയൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് വാഴൂർ SRV കോളേജിലെ പ്രൊഫസറായിരുന്നു അത്രേ. ആ SRV കോളേജിന്റെ അവസ്ഥയെങ്കിലും ആലോചിച്ചിട്ടാണെങ്കിൽ ആ പ്രൊഫസറിന് നാണമുണ്ടെങ്കിൽ അവിടെ പോയി ഇരിക്കില്ല. കാരണം ഇപ്പം കുട്ടികളില്ലാത്തതുകൊണ്ട് അടച്ചുപൂട്ടാൻ തോന്നുന്നു ആ കോളേജും കൂടി. അപ്പം ഇവിടുത്തെ ഇന്നത്തെ ആ മീറ്റിംഗിന്റെ ആഫ്റ്റർ എഫക്ട് ഞാൻ പറയുകയാണ്. അതായത് 5712 എന്ന് പറയുന്ന ജനങ്ങൾ കരയോഗങ്ങൾ തെരഞ്ഞെടുത്ത കമ്മിറ്റിയെ ഇന്ന് പിരിച്ചുവിട്ടു. ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുക സംഭവം പിരിച്ചുവിട്ടിട്ട് അവിടെ ഒരു അഡ്വോക്കിനെ വെക്കുകയാണ്. ഇവരുടെ ഈ മാധ്യമപ്രവർത്തകരോടും അല്ലാത്തവരോടും NSSനെ കുറിച്ചിട്ട് ഇന്നറായിട്ടുള്ള കാര്യങ്ങൾ അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഒന്ന് വിശദമാക്കുവാണ്. കാരണം ഇവിടെ ജനാധിപത്യമുണ്ടോ കുടുംബാധിപത്യം ഉണ്ടോ മാറ്റാൻ പറ്റുമോ ഇല്ലാത്തത് എന്നുള്ളതിന്റെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഐ വിൽ ജസ്റ്റ് ഗിവ് യു വെരി ക്ലിയർ പിക്ചർ ഇൻ എ ഷോർട്ട് വേർഡ്സ് റാദർ. സുകുമാരൻ നായർക്കെതിരായിട്ട് കരയോഗത്തിൽ നിന്ന് ടീമുകൾ വരുന്നുണ്ട്. സുകുമാരൻ നായരുടെ എതിരായിട്ട് വരുമ്പോൾ അവരെ ഒരു കാരണമല്ലേ വേറൊരു കാരണം പറഞ്ഞ് പിരിച്ചുവിടുന്നു. പിരിച്ചുവിട്ടതിന് ശേഷം അവിടെ തോറ്റ ആൾക്കാരെ, അതായത് ഇദ്ദേഹത്തിന് വേണ്ടി വിധേയത്വമുള്ള ആൾക്കാരെ അഡ്ഹോക്കായിട്ട് വെച്ചിട്ട് ഭരണം നടത്തുന്നു. ഇതാണ് വസ്തുത. അത് പ്ലീസ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. രണ്ടാമത്, ഈ 2 വ്യക്തികളെ തമ്മിലല്ല നമ്മൾ താരതമ്യം ചെയ്യേണ്ടത്. പ്രശ്നങ്ങളാണ്. നിങ്ങൾ മാധ്യമപ്രവർത്തകരും അല്ലാത്തവരും പ്രശ്നങ്ങൾ എന്താണ് നിങ്ങൾക്കറിയാമല്ലോ. ഒരു 30 വർഷം മുമ്പുള്ള നായർ സർവീസ് സൊസൈറ്റി എന്തായിരുന്നു, ഇപ്പോൾ അത് എവിടെ നിൽക്കുന്നു എന്നൊന്ന് കമ്പയർ ചെയ്താൽ മതിയല്ലോ. വസ്തുതയിൽ നിന്ന് ഒളിച്ചോടരുത്. ഞങ്ങളുടെ പ്രശ്നം അത് മാത്രമാണ്. പാവപ്പെട്ട നായർ കുട്ടികള് എത്ര പേര്, അതായത് എന്തിനു പറയുന്നു, അതായത് കുമ്മനത്തുണ്ടായിരുന്ന കിടങ്ങൂര് അടുത്തുള്ള ഒരു മെഡിക്കൽ ഒരു ആയുർവേദ ആശുപത്രി അല്ല, ഇംഗ്ലീഷ് അലോപ്പതി ആശുപത്രി ഉണ്ടായിരുന്നു. കിടങ്ങൂർ ഗോപാലകൃഷ്ണനോടുള്ള ഒരു ദേഷ്യം കൊണ്ട് അത് അടച്ചുപൂട്ടി. വള്ളംകുളത്ത്, അങ്ങനെ എവിടെയെല്ലാം ഹോസ്പിറ്റൽ ഉണ്ടോ അതെല്ലാം അടച്ചുപൂട്ടിയില്ലേ. പാവപ്പെട്ട നായർ പെൺകുട്ടികൾക്ക് ഒരു നഴ്സിംഗ് പഠിക്കാൻ അല്ലെങ്കിൽ എന്ത് പുരോഗതി വരുത്തുവാനായിട്ട് എന്തെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഈ കുബുദ്ധി എന്ന് പറയുന്നത് ഈ പരയോഗങ്ങളെ പിരിച്ചുവിടാനും അല്ലാന്നുണ്ടെങ്കിൽ ഒരാളെ എങ്ങനെ ഒതുക്കാമെന്നുള്ള തീരുമാനം എടുക്കുന്ന ആ ബുദ്ധി പ്രായോഗികമായിട്ട് പോസിറ്റീവായിട്ട് അങ്ങേരൊന്ന് ആലോചിക്കുമായിരുന്നുണ്ടെങ്കിൽ NSS എന്നെ രക്ഷപ്പെട്ടു പോയതിന്. പക്ഷെ അങ്ങ് പറയുന്ന ആരോപണങ്ങൾ സ്കൂളുകളുടെ അവസ്ഥ നോക്ക്. NSSനകത്ത് ആ രൂപത്തിൽ അങ്ങ് ഇപ്പോൾ പുറത്ത് സംരക്ഷണ സമിതിയായി ചേർന്നുകൊണ്ടാണല്ലോ ഈ കാര്യങ്ങൾ പറയുന്നത്. NSSനകത്ത് സുകുമാരൻ നായരോട് ഈ കാര്യങ്ങൾ ശരിയാണെങ്കിൽ അങ്ങനെ ചോദ്യം ചെയ്യാൻ ആരും തയ്യാറാകാത്ത എന്തുകൊണ്ടാണ്? അങ്ങ് പറയുന്ന ഭൂരിപക്ഷത്തിനും അങ്ങ് പറയുന്ന ആരോപണങ്ങൾ ബോധ്യപ്പെട്ടെങ്കിൽ എന്തുകൊണ്ട് അത് ചോദ്യം ചെയ്യപ്പെടുന്നില്ല?
എക്സാക്ട്ലി ദർ യു ആർ. ആര് ചോദ്യം ചെയ്തോ, ഞാൻ അതാണ് പറഞ്ഞത് ഉത്തര കൊറിയൻ പെരുന്നേമെന്ന്. ഉത്തര കൊറിയയിൽ ആരെങ്കിലും ചോദ്യം ചെയ്താൽ ഷൂട്ട് അറ്റ് സൈറ്റ്. ഇവിടെയാണെങ്കിൽ മൂവ് ഔട്ട്. ഇതിലേതുള്ള വ്യത്യാസം വെരി ക്രിസ്റ്റൽ ക്ലിയർ. ഒരാളെങ്കിലും നട്ടലുള്ള ഒരു ഡയറക്ടർ ബോർഡ് മെമ്പറെങ്കിലും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സംഭവം അവിടെ നടക്കട്ടെ. ആരും ചോദ്യം ചെയ്യില്ല. ചോദ്യം ചെയ്തവരെയൊക്കെ പുറത്തു വിടുന്നു. അതിന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. ഇപ്പോൾ ആ സ്ഥിതി മാറി. അങ്ങീ പറയുന്ന ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ഇടയ്ക്ക് ചോദിച്ചോട്ടെ. അങ്ങീ പറയുന്ന എതിർ ശബ്ദങ്ങൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്വാധീനമായി മാറുകയാണോ? കാരണം ഇപ്പോൾ BJP മുറുക്കുന്നു, ഉപരാഷ്ട്രപതി അപ്പോൾ അവിടെ അകത്തേക്ക് കയറാൻ സമ്മതിച്ചില്ല എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളൊക്കെ വന്നിരുന്നല്ലോ. അതിലൊരു വിവാദവും ഉണ്ടായി. അപ്പോൾ BJPക്ക് എതിരഭിപ്രായമുണ്ട്. BJPയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പറയുകയാണെങ്കിലും സുകുമാരൻ നായർക്ക് അതിലൊരു കൃത്യമായ നിലപാട് നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരാണോ പിടിമുറുക്കുന്നത്? അല്ല, ഒരിക്കലും അല്ല. അതൊരു രാഷ്ട്രീയമായിട്ട് ഇതിനെ അത് കാണണ്ട. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു എതിർപ്പുണ്ട്. വൈസ് പ്രസിഡന്റ് വന്നപ്പോൾ തീർച്ചയായിട്ടും നോ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ധാർഷ്ട്യം എന്നാണ്. പക്ഷെ അതിന് ജസ്റ്റിഫിക്കേഷൻ തരുന്നുണ്ട്. ആ ജസ്റ്റിഫിക്കേഷൻ നായന്മാരെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ പറ്റുന്നതല്ലെന്നേ. കാരണം നായ കയറുമോ പത്മനാഭ ക്ഷേത്രത്തിലോ, അല്ലെങ്കിൽ നായ കയറുമോ ശബരിമലയില്? നമ്മുടെ ഇപ്പോൾ കുറച്ചു മുമ്പ് നമ്മൾ TV കണ്ട ഒന്നാമത്തെ സിറ്റിസൺ ദ്രൗപദി മുർമു എന്ന് പറയുന്ന ആ ആദരണീയ ലേഡി ശബരിമലയിൽ വന്നു. അപ്പോൾ പോലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നായൊന്നും കയറില്ല. ഇത് ആരെ വിഡ്ഢിയാക്കാനായിട്ടാണ്? ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദർശനത്തിന് വന്നു കഴിഞ്ഞാൽ VIP വന്ന നായ കയറുമോ? ഇത് ആൾക്കാരെ മിസ്ഗൈഡ് ചെയ്യുവാണ്. അതിനുള്ള വേറെ അറേഞ്ച്മെന്റുകളുണ്ട്. അല്ലാതെ വേറെ മെറ്റൽ ഡിറ്റക്ടറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനകത്തുള്ള വിഷയമൊന്നുമില്ല. ഇത് മനുഷ്യരെ വെറുതെ ഇത് ചെയ്യുകയാണ്. സ്മൃതി, ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു കാര്യം, അതായത് ഇത് പറഞ്ഞ പോലെ ഒരു ശനിദശ എന്ന് പറയുന്നത് 7.5 വർഷം. ഇത് 7.5 ഒന്നുമല്ല, ഇത് 15 വർഷവും കഴിഞ്ഞു. ഇത് അദ്ദേഹം പറയുന്നുണ്ട്. പെരുന്നെന്ന് പറയുന്നത് പെരുന്ന അമ്പലമാണ്, ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിലെ പുറപ്പെടാശാന്തിയായിട്ട് സ്ഥിരമായിട്ട് അങ്ങിരിക്കുകയാണ്. പുറപ്പെടാശാന്തിയായിട്ട് അതാണ് പെരുന്നയിലെ അമ്പലത്തിലെ പുറപ്പെടാശാന്തിയായിട്ട് സ്ഥിരമായിട്ടിരിക്കുന്നു. ഞങ്ങൾ യാതൊരു എതിരുമില്ല. ഒരു ഡെവലപ്മെന്റൽ ആംഗിളിൽ ഈ സമുദായത്തെ മുന്നോട്ട് നയിക്കണം. അടച്ചുപൂട്ടിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ലിസ്റ്റാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. അഴിമതികളുടെ ലിസ്റ്റാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് ഈ പുസ്തകത്തിലൂടെ. ഇതിനൊരു ആൻസർ ആരും പറയുന്നില്ല. അല്ല, പരാതിയായി നിയമപരമായി നീങ്ങേണ്ടതാണോ എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. അപ്പോൾ അവിടെ ഗണേഷ് കുമാർ പറയുകയാണ്, ഞാനില്ല, ജനങ്ങളുടെ കോടതിയിലേക്ക് വെക്കുകയാണ്. കോടതിയിൽ പോകാൻ സൗകര്യമില്ല. അതിനെക്കുറിച്ച് ജനകീയ കോടതിയല്ല, സൗകര്യമില്ല. കോടതിയുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം. തീർച്ചയായിട്ടും, അതായത് പല കേസുകളുണ്ട്. ഈ കേസുകൾ 87 പ്രാവശ്യം മാറ്റിവെച്ചിരിക്കുക. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് സിവിൽ കേസ് കൊടുത്തോളാൻ. 87 പ്രാവശ്യം മാറ്റിവെച്ചു. ഈ കേസുകൾ മാറ്റിവെക്കുന്നതിന് മാത്രമാണ് ബഡ്ജറ്റിൽ നിന്ന് നല്ലൊരു എമൗണ്ട് ഈ ലീഗൽ ഫീസായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബെഞ്ച് മാറാനും അതുപോലെ തന്നെ ഡേറ്റ് മാറാനും. അതിനുള്ള കേസിന്റെ എന്താത്തിന് കേസ് കൊടുക്കാൻ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഇദ്ദേഹം കേസ് കൊടുക്കാൻ പറഞ്ഞത് സ്വന്തം മകളോടാണ്. സ്വന്തം മകളോട് പറഞ്ഞു, നീ ഒരു കേസ് കൊടുക്കടി എനിക്കെതിരായിട്ട്. കാര്യം 50% മാർക്ക് മേടിച്ചിട്ട് മാർക്ക് കുറവായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കയറിയപ്പോൾ UGC നോംസ് അല്ലാതിരുന്നത് കൊണ്ട് ആ സ്ഥാനം അല്ലെങ്കിൽ പോസ്റ്റ് പോകുമെന്നറിഞ്ഞതുകൊണ്ട് മകളെ കൊണ്ട് NSSനെതിരായിട്ട് കേസ് കൊടുപ്പിച്ച് അനുകൂലമായിട്ടുള്ള ഒരു വിധി മേടിച്ചു. അപ്പോൾ ഇത്രയും ഡിലേ ഇല്ലായിരുന്നു. നേരെ മറിച്ച് ഞങ്ങളൊക്കെ കേസ് കൊടുക്കുമ്പോഴാണ് ഡിലേ വരുന്നത്. ഞങ്ങൾ ആർക്കും എതിരല്ല. ഞങ്ങൾ സമുദായം നന്നാകണം, NSSനകത്ത് നിന്ന്. അതായത് എന്തിനു പറയുന്നു, മന്നത്തിന്റെ ഫാമിലി ഉൾപ്പെടെ, കുടുംബം ഉൾപ്പെടെ ഞങ്ങളുടെ ഒപ്പം. അത് നന്നാകണമെന്നുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ. പാവപ്പെട്ട നായന്മാര് അതുപോലെ തന്നെ എല്ലാവരും പറയുന്നുണ്ട് സാമ്പത്തികമായിട്ട്. നിങ്ങൾ ഈയിടെയായിട്ട് എടുക്കൂ, സാമ്പത്തികമായി ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് കേരളത്തിലെ നായന്മാരാണ്. അവർക്ക് എന്ത് സാമ്പത്തിക ഭദ്രതയാണ് ഇപ്പോൾ ഉള്ളത്? എന്ത് എഡ്യൂക്കേഷനാണ് അവർക്ക് കൊടുക്കുന്നത്? എന്ത് സംരക്ഷണമാണ് അവർക്ക് കൊടുക്കുന്നത്? ഞാൻ തിരിച്ചെത്താം. ഞാൻ ശ്രീ ശ്രീകുമാറിലേക്ക് പോയില്ല, ഇടവേളയ്ക്ക് ശേഷം വരാം. താൽക്കാലിക പ്രതിഭാസമായിട്ടാണോ അങ്ങ് കാണുന്നത്? അങ്ങ് ശ്രദ്ധിച്ചു കാണും, കോൺഗ്രസ് പ്രതിനിധികളില്ല, മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധികളില്ല. രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഇപ്പൊ തന്നെ ഇപ്പോഴും ഈ കാര്യത്തിലൊക്കെ അഭിപ്രായം പറയാൻ ഭയമാണ്. നോക്കൂ ശ്രീമതി സ്മൃതി, ഈ NSSനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വിലയിരുത്താം. ഏകപക്ഷീയമായിട്ട് അതിന്റെ ജനറൽ സെക്രട്ടറിയെ വിലയിരുത്താം, രാഷ്ട്രീയമായിട്ട് ആ സംഘടനയുടെ നയങ്ങളെ വിമർശിക്കാം. ഒരു നായർ സമുദായത്തിന്റെ സംഘടന എന്ന നിലയ്ക്ക് അതിനുള്ളിലുള്ളവർക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും ആക്ഷേപങ്ങളും പരാതികളും ഒക്കെ ഉണ്ടാകും. ഇതിൽ ഞാൻ NSSനെ കാണുന്നത് ഒരു പഠനാർഹമായ ഒരു സമ്മർദ്ദ ഗ്രൂപ്പായിട്ടാണ്. കാരണം NSSന്റെ ജനറൽ സെക്രട്ടറി എന്ന എക്കാലത്തും ഒരു പവർഫുള്ളും ഏകാധിപത്യ സ്വഭാവവും താനേ വരുന്നതുമാണ്. കളത്തിൽ വേലായുധൻ നായരും കിടങ്ങൂർ ഗോപാലകൃഷ്ണ പിള്ളയും ശേഷം, അന്ന് കളത്തിലെയും കിടങ്ങൂരിനും ഒരേ രീതിയിലായിരുന്നു പ്രശസ്തി.
പിന്നീട് NSSന്റെ പ്രസിഡന്റുമാരിൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരില്ല. പിന്നെ ഓർമ്മ വരുന്നത് PK നാരായണ പണിക്കരെയും പിന്നെ ഇപ്പൊ സുകുമാരൻ നായരെയാണ്. അത് ആ സംഘടനയുടെ പ്രത്യേകതയാണ്. അവിടെ ആരാണോ വരുന്നത് അദ്ദേഹം കരുത്തനാകും, അഹങ്കാരിയാകും, ഏകാധിപതിയാകും, അങ്ങനെ ഏത് വേണമെങ്കിൽ വിവക്ഷിക്കാം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പല NSSന്റെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതിന്റെ ഒരു സംഘടനാപരമായ ഒരു സ്വഭാവമുണ്ട്. അതൊരു കേഡർ സ്വഭാവമാണ്. ആ കേഡർ സ്വഭാവം ഉള്ളതുകൊണ്ടാണ് NSSൽ വ്യത്യസ്ത രാഷ്ട്രീയക്കാർ ഉണ്ടെങ്കിലും അതിങ്ങനെ നിലനിന്ന് പോരുന്നത്. ഇപ്പൊ ഗണേഷ് കുമാറിന്റെ വിഷയത്തിൽ സംഭവിച്ചത് അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവും അദ്ദേഹം ഒരു താരവും ഒക്കെ ആയതുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നു. ഒരുപാട് പേര് NSSൽ നിന്ന് പോയിട്ട് വേറെ സംഘടനകൾ, കൊച്ചു കൊച്ചു സംഘടനകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഇപ്പൊ എല്ലായിടത്തും ഉണ്ട് താനും. ഡൽഹിയിൽ കഴിഞ്ഞ ഒരു മാസം മുമ്പ് നമ്മളൊരു ഒരു വിഷയം കണ്ടതാണല്ലോ. അപ്പൊ ഇപ്പൊ NSSന്റെ ഇപ്പോഴത്തെ പ്രശ്നം ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ടതാണ്. അത് അദ്ദേഹം ഒരു താരമായതുകൊണ്ട് കൂടുതൽ പ്രശസ്തി കിട്ടുന്നു. ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് ഇപ്പൊ ഒരു പുതിയ ഒരു വേദി വേണം, ഒരു പ്ലാറ്റ്ഫോം വേണം. കാരണം LDFിലാണ് അദ്ദേഹം നിന്നിരുന്നത്. LDFിന് ഇപ്പൊ ഇനി അദ്ദേഹത്തെ വലിയ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പത്തനാപുരത്തെ ഒരു MLA മാത്രമായിരുന്നു അദ്ദേഹം. പത്തനാപുരം ഇല്ലെങ്കിൽ പിന്നെ ഗണേഷ് കുമാറിന് മറ്റ് സ്വാധീനമുള്ള മേഖലകളുമില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മറ്റ് ചിന്താഗതിയോ ഒന്നും LDFിന്റെ ഒരു വിഷയമുള്ള കാര്യവുമല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു പുതിയ പ്ലാറ്റ്ഫോം വേണം. ആ പ്ലാറ്റ്ഫോം അദ്ദേഹം തന്ത്രപരമായിട്ട്, അദ്ദേഹം വളരെ മിടുക്കനാണെന്ന് അറിയാമല്ലോ, അപ്പൊ തന്ത്രപരമായിട്ട് അദ്ദേഹം ഉപയോഗിക്കാൻ ശ്രമിക്കും. അതിന് അദ്ദേഹം ഈ വിമർശനവും അതുപോലെ ആക്ഷേപവും ഉള്ളവരൊക്കെ ക്രോഡീകരിച്ചു കൊണ്ടുവന്ന് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുകയായിരിക്കും. പക്ഷെ NSSനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വിഷയങ്ങളിൽ നമുക്ക് അവരുടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം അവരുടെ രാഷ്ട്രീയ നയങ്ങൾ, NSSന് ഇത് പറ്റിയൊരു അവസരമാണ്. അവർക്ക് ഏതെങ്കിലും ഒരു തീരുമാനം, ഒരു രാഷ്ട്രീയ ചായ്വ് എടുക്കാൻ ഒരിക്കലും പറ്റില്ല. അവരെപ്പോഴും സമദൂരം പറയും. അവസാനം സമദൂരം പറഞ്ഞിട്ട് അതിൽ ചില താല്പര്യങ്ങൾ വരുമ്പോൾ അത് ശരിദൂരമായിട്ട് മാറ്റും. അത് UDFനോടും LDFനോടും കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ മാത്രമല്ല, അവര് പരസ്യമായിട്ട് NDP രൂപീകരിച്ച് കോൺഗ്രസിനൊപ്പം ചേർന്ന് മന്ത്രിമാരുമായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു NSS ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട്, ഇപ്പൊ ഈ ശ്രീ സുകുമാരൻ നായരെ ഇവരൊക്കെ പരിഹസിക്കുകയും എതിർക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ ജനറൽ സെക്രട്ടറി എന്നുള്ള ആ ഒരു പവറിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ, അദ്ദേഹം 10-15 വർഷമായിട്ട് ജനറൽ സെക്രട്ടറിയാ, 10-28 വർഷമായിട്ട് അസിസ്റ്റന്റ് സെക്രട്ടറിയാ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? BJPക്കാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ എല്ലാവർക്കും NSSനോട് ഒരു ഭയമുണ്ട്. ഒരു സമ്മർദ്ദ ഗ്രൂപ്പ് എന്ന നിലയ്ക്ക്, വോട്ട് ബാങ്ക് എന്ന നിലയ്ക്കൊക്കെ കണ്ടിരുന്നു. പക്ഷെ UDFിലൊരു പുതിയ, കോൺഗ്രസിലൊരു പുതിയ തലമുറ വരികയും ആ തലമുറ കൃത്യമായി രാഷ്ട്രീയം വിലയിരുത്തുകയും എല്ലാ സമുദായ അംഗങ്ങൾക്കും അവരവരുടേതായ രാഷ്ട്രീയമുണ്ടെന്നും സമുദായ സംഘടനകളോ സഭകളോ അല്ല വോട്ട് നിശ്ചയിക്കുന്നതെന്നും തോന്നിയപ്പോൾ പരസ്യമായിട്ട് പറഞ്ഞു ചില കാര്യങ്ങൾ ജനങ്ങളാണ് തീരുമാനമെടുക്കുക രാഷ്ട്രീയമായിട്ടെന്ന്. അവിടെ NSSന്റെയും SNDPയുടെയും സഭകളുടെയും ഒന്നും വോട്ട് ചെയ്യാനുള്ള അഭ്യർത്ഥന വിലപ്പോയില്ല. UDF ഇപ്പൊ ഈ അവസാനത്തെ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അവർ 102 സീറ്റോടെ അധികാരത്തിലെത്തി. ആർക്കും ഒരു പങ്കുമില്ല. കോൺഗ്രസിനും അതുപോലെ തന്നെ UDFനും ഈ പിണറായി വിജയൻ നൽകിയ സംഭാവനകളും മാത്രമേ ഉള്ളൂ അതിന്റെ പിന്നില്. പക്ഷെ അപ്പോഴും NSSന് ഒരു നിലപാടുണ്ട്. എന്താണ് ആ നിലപാടെന്ന് വെച്ചാല്, അവരെ അടിമൂടി അവരൊരു കോൺഗ്രസ് സംസ്കാരത്തിന്റെ ഭാഗമാണ്. അത് ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ല, ആയിക്കോട്ടെ, എനിക്ക് വിരോധമുള്ള കാര്യമല്ല. കേരള കോൺഗ്രസും കൂടെ ചേർന്ന ഒരു വലിയ പ്രസ്ഥാനമായിരുന്നല്ലോ NSS പണ്ട് മുതലേ. ഇപ്പൊ BJPക്കാര് അതിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ പറ്റുന്നില്ല. അതുകൊണ്ട് അവർ സുകുമാരൻ നായർക്ക് എതിരാണ്. എന്നൊക്കെ പറഞ്ഞാൽ സുകുമാരൻ നായരെ കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ CPM നേതാക്കൾ ഉണ്ടല്ലോ. തെരഞ്ഞെടുപ്പ് കാലത്തെ പറയുള്ളൂ എന്ന് മാത്രം. അദ്ദേഹത്തിന്റെ ആ സംഘടനയിൽ അദ്ദേഹത്തിന്റെ സ്വഭാവം ഒന്നും ആർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. ഇവർ ഈ പറയുന്ന പോലൊക്കെ ഉണ്ടാവുമായിരിക്കാം. പക്ഷെ അത് സംഘടനയുടെ ജനറൽ സെക്രട്ടറിയുടെ സ്വാധീനമുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അല്ല, ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാത്രമല്ലല്ലോ ശ്രീകുമാർ കണ്ടത്. അതിനു മുൻപ് ആ തെരഞ്ഞെടുപ്പ് സമയത്ത് എങ്ങനെയായിരുന്നു വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അദ്ദേഹം പ്രതികരിച്ചത് നമ്മൾ കണ്ടാണ്. പക്ഷെ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം അതിന്റെ ഭാഗമായി നിൽക്കുന്നു. അതിനുശേഷം ഉണ്ടായ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പോലും സുകുമാരൻ നായർ പ്രതികരിച്ച് എത്രത്തോളം കുറച്ചായിരുന്നു എന്ന് നമ്മുടെ മുന്നിലുണ്ട്. അത് അതിന്റെ നിയമ വഴിയിലൂടെ പോകുന്നു എന്നാണ് പറഞ്ഞത്. അല്ല, ഞാനത് പറയാനിരിക്കുകയാണ്. അത് നല്ല പോയിന്റാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, NSS ഈ സമദൂരം പറഞ്ഞ് നിന്ന ശേഷം ഈ പിണറായി ഗവൺമെന്റ് എന്തെന്ന് വെച്ചാല് NSS നേതാക്കളുടെ ആ ഒരു സ്വാധീനത്തിന് കുറെ കാലമായിട്ട് ശ്രമിക്കുകയാണ്. അതിപ്പോ തുടങ്ങിയതല്ല. അതിന്റെ കൗതുകരമായ വസ്തുത എന്താ വെച്ചാല്, CPMന്റെ മുഖപത്രത്തിലെ ചട്ടമ്പി സ്വാമികളെ കുറിച്ചും നാരായണ ഗുരുവിനെ കുറിച്ചും മന്നത്ത് പത്മനാഭനെ കുറിച്ചൊന്നും ലേഖനങ്ങൾ പുകഴ്ത്തിക്കൊണ്ട് വന്നിരുന്നില്ല. അത് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് മന്നം ജയന്തിക്കും ചട്ടമ്പി സ്വാമി ജയന്തിക്കും ഗുരു ജയന്തിക്കും ഒക്കെ അതുമായി ബന്ധപ്പെട്ട ആളുകളെ കൊണ്ട് എഴുതിച്ചു തുടങ്ങി. അതൊക്കെ രസകരമായ കാര്യമാണ് കമ്മ്യൂണിസ്റ്റ് പത്രത്തില്. അപ്പൊ അങ്ങനെ ചട്ടമ്പി സ്വാമികളെ കുറിച്ചും അതുപോലെ തന്നെ നമ്മളുടെ മന്നത്തെ കുറിച്ചൊക്കെ എഴുതി അവർ കൊണ്ടുവന്നത് എന്തുകൊണ്ടാ? പഴയ കാലത്ത് 1959 ആലോചിക്കുകയാണെങ്കിൽ അവരങ്ങനെ ചെയ്യും. അവരെ പുറത്താക്കിയതിന് നേതൃത്വം കൊടുത്ത ആളല്ലേ മന്നത്ത് പത്മനാഭൻ.
RSP ആയിട്ടുള്ള വിപ്ലവ സംഘടനയായിട്ടും കൂട്ടുകൂടി എല്ലാ സമുദായ സംഘടനകളെയും യോജിപ്പിച്ച് CPM കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് പുറത്താക്കിയ അന്നത്തെ പൂഴ്ത്തുന്നുണ്ട് അവരെ. അപ്പൊ ആ ഒരു ഭയം അവർക്ക് ഇപ്പോൾ ഉള്ളതുകൊണ്ട് കഴിഞ്ഞ ഗവൺമെന്റ് എന്ത് ചോദിച്ചാല് NSSനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. സത്യത്തിൽ ആ NSSന്റെ ആ ഗവൺമെന്റിന്റെ പഞ്ചാരവാക്കിൽ അന്ന് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ വീണുപോയി എന്നുള്ള സത്യമാണ്. എങ്ങനെയാണത്? ഒന്ന്, അയ്യപ്പ സംഗമം നടത്തി. 2, NSSനെ ക്ഷണിച്ചു. അപ്പൊ NSS ഒരു പ്രതിനിധി അയച്ചു. അതിനുശേഷം NSSന്റെ നിരന്തരം ഒരു രാഷ്ട്രീയ സൗഹൃദം പിണറായി വിജയൻ സ്ഥാപിച്ചെടുത്തു. ഇപ്പോഴത്തെ കോൺഗ്രസ് ആണെങ്കിൽ ഒരു തലമുറ മാറിയപ്പോൾ അങ്ങനെ പോയതുമില്ല. പോയ ആളുകൾക്കൊക്കെ ചില ആക്ഷേപങ്ങളും കേൾക്കേണ്ടി വന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് സുകുമാരൻ നായരുടെ ചിന്ത അവരോടായിപ്പോയി. അത് NSSന് വിനയാവുകയും ചെയ്തു. കാരണം NSS വിചാരിച്ചാലൊന്നും ഒരാളെ ജയിപ്പിക്കാൻ പറ്റില്ല എന്നൊരു തോന്നലുണ്ടാക്കി. അതോടെ രാഷ്ട്രീയമായ പരാജയമാണ്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അയ്യപ്പ സംഗമത്തിലെ NSS എടുക്കേണ്ട നിലപാടല്ല അന്ന് NSS എടുത്തത്. പക്ഷേ ഇവിടെ ശ്രീ ജോർജ് പൊടിപാറ പറഞ്ഞല്ലോ, ചോദ്യം ചെയ്യാൻ ആളില്ലെന്ന്. ചോദ്യം ചെയ്തു പൊടിപാറ. അതായത് നായർ ഈഴവ ഐക്യം പറഞ്ഞുകൊണ്ട് SNDPയുമായിട്ട് NSSുമായിട്ട് ഒരു ചർച്ച വന്നു. അതിൽ സുകുമാരൻ നായരും അതുപോലെ വെള്ളാപ്പള്ളിയും കൂടെ ചേർന്നിട്ട് NSS SNDP ഐക്യം കൊണ്ടുവന്നു. അത് UDFനെ LDFന് അനുകൂലമായിട്ടൊരു തരംഗം ഉണ്ടാക്കാനാണ് കൊണ്ടുവന്നത്. അത് ഡയറക്ടർ ബോർഡിൽ ചർച്ചയ്ക്ക് വന്നു. 27 ഡയറക്ടർമാരിൽ എന്റെ അറിവിൽ 26 പേര് എതിർത്തു. അത് പറ്റില്ലെന്ന് പറഞ്ഞു. സുകുമാരൻ നായർ നയം തിരുത്തി. അധികം കാലമൊന്നും ആയിട്ടില്ല, 3 മാസമേ ഉള്ളൂ. നമ്മളത് മറക്കരുത്. അപ്പൊ NSS ജനറൽ സെക്രട്ടറി തിരുത്തിയ ഡയറക്ടർ ബോർഡ് ഇപ്പൊ ഉണ്ട് അവിടെ. ആ ഡയറക്ടർ ബോർഡിൽ നിന്നും പുറത്താക്കപ്പെട്ട ആളാണ് ഗണേഷ്. ആ ഗണേഷ് ഇപ്പൊ പ്രതിനിധി സഭാ അംഗമാണ്. അത് മനസ്സിലാക്കണം. അദ്ദേഹം NSSൽ ഇപ്പോഴും ഉണ്ട്, പ്രതിനിധി സഭാ അംഗമാണ്, കരയോഗം മെമ്പറുമാണ്. അപ്പൊ NSSൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗണേശൻ എന്തുകൊണ്ടാണ് മത്സരിച്ചിട്ട് ഡയറക്ടർ ആകാൻ പോകാതിരുന്നത്? അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഇന്ന് അദ്ദേഹം പ്രതിനിധി സഭയിൽ എന്താ രാജിവെക്കാത്തത്? ഇങ്ങനെ കൊള്ളരുതാത്തൊരു ജനറൽ സെക്രട്ടറി ഇരിക്കുകയാണെങ്കിൽ ആദ്യം ഗണേഷ് എന്താ ചെയ്യേണ്ടത്? എനിക്ക് NSSനോട് താല്പര്യമില്ല എന്ന് പോരണം. പക്ഷെ അദ്ദേഹം പോകുന്നില്ലല്ലോ. അതെന്താ കാര്യം? അപ്പൊ NSSന്റെ പരോക്ഷമായ പിന്തുണ ഏതെങ്കിലും കാലത്ത് തിരിച്ചു കിട്ടുമല്ലോ. അത് അദ്ദേഹം കാംക്ഷിച്ചിട്ടുണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ നടപടി എന്താണെന്ന് വെച്ചാൽ ഒരു പ്ലാറ്റ്ഫോം വേണം. അതിപ്പോ ചെല്ല് പറയേണ്ടത് BJP ഗണേഷ് കുമാർ വഴിക്ക് വേണോ BJPക്ക് NSSനെ സ്വാധീനിക്കാൻ? കാരണം ഗണേഷ് കുമാറിനെ കൊണ്ട് BJPക്ക് സ്വാധീനിക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല, BJPയെ NSSന്റെ പെരുന്നേലുള്ള ആ സൗദത്തിലേക്ക് കയറ്റുന്ന തീരുമാനമെടുത്ത ഒരാളാണ് സുകുമാരൻ നായർ. എന്തൊക്കെ പറഞ്ഞാലും ശ്രീമതി സ്മൃതി ഒരു കാര്യം ആലോചിക്കണം കേട്ടോ. കാരണം NSS നായർ സമുദായത്തിന്റെ സംഘടനയാണെങ്കിലും അതിന്റെ മതേതര സ്വഭാവമുണ്ട്. അത് കളയരുത്. ആ മതേതര സ്വഭാവം നന്നായിട്ട് മനസ്സിലാക്കിയ ഒരാളാണ് K. കരുണാകരൻ. ആ മതേതര സ്വഭാവം മനസ്സിലാക്കിയ ഒരാളാണ് ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ. അപ്പൊ അതുകൊണ്ടാണ് NSS BJPക്ക് എതിരായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ഈ BJP എന്തുകൊണ്ടാണ് NSSൽ നുഴഞ്ഞു കയറാൻ പറ്റാത്തത്? അവരൊരു ഹൈന്ദവ മുഖമുള്ള ഒരു പാർട്ടിയാണെന്നാണല്ലോ അവർ അവകാശപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അവർക്ക് പറ്റാതിരിക്കുന്നത്? എന്തുകൊണ്ടാ? ഈ മതേതര സ്വഭാവം ഉള്ളതുകൊണ്ടാ. ഇപ്പോഴത്തെ വിഷയം എന്ന് വെച്ചാൽ വ്യക്തിപരമാണ്. ഇപ്പൊ വ്യക്തിപരമായിട്ട് വരുമ്പോ അതിൽ പ്രത്യേകിച്ച് ഞാനതിൽ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. പക്ഷെ NSSന്റെ ദൗർബല്യം എന്താ വെച്ചാൽ അവർ ശരിദൂരം പറയും, ആവശ്യം വരുമ്പോ സമദൂരം പറയും, ആവശ്യം വരുമ്പോ ശരിദൂരം പറയും. അതിന് പാടില്ല. കാരണം ഇപ്പോൾ ഓണക്കാലമായതുകൊണ്ട് ബ്രേക്കുകളുടെ ഡ്യൂറേഷൻ കൂടുതലാണ്. ഇപ്പോൾ ഈ ബന്ധുക്കൾക്ക് ജോലി എന്നടക്കമുള്ള വലിയ ആരോപണമാണല്ലോ ഉയർത്തിയിരിക്കുന്നത്. 43 പേർക്ക് എന്ന പുസ്തകത്തിൽ പറയുന്നു. അത് 44 എന്ന് കൂടിയാണ് ഇപ്പോൾ ഗണേഷ് കുമാർ പറയുന്നത്. 44 എന്ന് പറയുമ്പോൾ ഇപ്പോൾ സുകുമാരൻ നായരുടെ മകളുടെ മകന് ലഭിച്ചിരിക്കുന്ന ജോലി അടക്കം അഴിമതിയിലൂടെയാണ് എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ വെറുതെ പറഞ്ഞു പോകാനും പുസ്തകത്തിൽ എഴുതാനുള്ള അഴിമതി ആരോപണമായി നിൽക്കുമോ? അതിലപ്പുറം കടക്കാനുള്ള ശേഷിയുണ്ടോ ബാക്കിയുള്ളവർക്ക്? അല്ല, അത് ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് വളരെ കറക്റ്റാണ്. കാര്യം അത് ഗണേഷ് കുമാറിനെ പോലെ ഇത്ര സുതാര്യമായിട്ട് അത് അറിയാൻ വേറെ ആർക്കും കഴിയില്ല. കാരണം ഈ ഗണേഷ് കുമാർ ഇപ്പോൾ 87, 89 കേസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏതാണ്ട് 85 തവണ ആ കേസ് മാറ്റി വയ്ക്കുമ്പോഴും ഗണേഷ് കുമാർ ഈ സുകുമാരൻ നായർക്ക് പിന്തുണയായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ വളരെ സത്യമാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് മാത്രം ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമുക്കൊക്കെ അറിയാം. സമയമില്ലാത്തതുകൊണ്ട് പറയാത്തതുകൊണ്ടാണ്. 2 കാര്യങ്ങളൊന്ന് സൂചിപ്പിച്ചോട്ടെ. അതായത് ഇപ്പോൾ എൻ്റെ സുഹൃത്ത് ശ്രീകുമാർ പറയുകയുണ്ടായി, ഡയറക്ടർ ബോർഡിൽ 26 പേര് സുകുമാരൻ നായരെ ഈ നായരീഴ ഐക്യം സംബന്ധിച്ചിട്ടുള്ള വിഷയത്തിൽ എതിർത്തു എന്ന് പറയുന്നു. അത് എതിർക്കാനുള്ള കാരണം വെള്ളാപ്പള്ളിയുടെ ഇതിനെക്കാട്ടി വലിയ കക്ഷിയാണ്. അപ്പോൾ പത്മഭൂഷൺ വെള്ളാപ്പള്ളിയുടെ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നായരീഴ ഐക്യം കെട്ടിയുറപ്പിക്കാനുള്ളതിൻ്റെ ആ താലികെട്ടിന് വേണ്ടിയിട്ട് തുഷാർ വെള്ളാപ്പള്ളിയെ പെരുന്നയിലേക്ക് വിടാൻ തീരുമാനിച്ചു. ആ ഒരു ഒറ്റ വിഷയത്തിൽ സുകുമാരൻ നായർ ക്ഷുഭിതനായി, അങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഡയറക്ടർ ബോർഡിൽ അംഗങ്ങളെ കൊണ്ട് പറയിച്ചിട്ട് ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചു വേണ്ട, അങ്ങനെയാണ് മാറി. ഒരു രണ്ടാമത്തെ കാര്യം, ഗണേഷ് കുമാർ നമ്മളടുത്ത് പറയാത്ത ഒരു കാര്യം കൂടെ ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാം. എന്തുകൊണ്ടാണ് ഈ അയ്യപ്പ സംഗമത്തിന് സുകുമാരൻ നായർ പങ്കെടുത്തത്, അല്ലെങ്കിൽ NSS പങ്കെടുത്തത്?
അതിന്റെ പിന്നിൽ അവിടെയാണ് നമ്മൾ ഗണേഷ് കുമാർ ഈ ധനലക്ഷ്മി ബാങ്ക് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ പശ്ചാത്തലത്തിലാണ്, അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല, ആ പശ്ചാത്തലമാണ് സുകുമാരൻ നായരെ ഈ അയ്യപ്പ സംഗമത്തിനും അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന്റെ പിന്തുണയ്ക്കാനും ഒക്കെ ഉള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നത്. നമ്മൾ ഓർക്കുന്നുണ്ടാവും, നമ്മളെല്ലാവരും കണ്ടതാണ്. ഒരിക്കൽ പിന്നെ സുകുമാരൻ നായർ ഫോൺ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഫോൺ വന്നു. വാസവ എന്ന് വിളിച്ച ആ ഒരു വിളി താങ്കൾ ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ്. അതുപോലെ ഒരു ചെറിയൊരു കാര്യം കൂടെ ബ്രിഗേഡിയർ മോഹനപിള്ളയുടെ ഒന്ന് ചോദിക്കുകയാണ്. കാരണം നമ്മൾ ഒന്ന് ആലോചിച്ചാൽ മതി, ബ്രിഗേഡിയർ മോഹനപിള്ളയുടെ ആ വിഷമമൊക്കെ നമുക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. പക്ഷെ ബ്രിഗേഡിയർ യുദ്ധമുന്നണി പോകുമ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ സൈന്യം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, രാജ്യം മാത്രമേ പിന്നിലുണ്ടാവുള്ളൂ. അതാണ് ഒരു ബ്രിഗേഡിയറുടെ ലക്ഷണം, അല്ലെങ്കിൽ ഏത് ഒരു പട്ടാളക്കാരന്റെ ലക്ഷണം അത് തന്നെയാണ്. ഈ ഗണേഷ് കുമാറിന്റെ ലക്ഷ്യം സമുദായ അംഗങ്ങളാണോ, സമുദായത്തിന്റെ ക്ഷേമമാണോ, NSSന്റെ ക്ഷേമമാണോ, അതോ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ താല്പര്യമാണോ? ശരി, അദ്ദേഹത്തിന് മറുപടി വരട്ടെ ഇടവേളയ്ക്ക് ശേഷം. തീർച്ചയായിട്ടും ജ്യോതിർ ഘോഷ് പറഞ്ഞ ഒരു സൈനികൻ എന്നുള്ള രീതിയിൽ ശത്രു എന്ന് പറയുന്നത്, ഇവിടുത്തെ ശത്രു എന്ന് പറയുന്നത് അധർമ്മം, അതായത് അഴിമതി. അതിനെതിരായിട്ട് ഏത് രീതിയിൽ വേണമെങ്കിലും പോകും. അതുപോലെ തന്നെ ശ്രീകുമാർ പറഞ്ഞു, ശ്രീകുമാർ വളരെ നോളജബിൾ ആയിട്ടുള്ള ഒരു പത്രപ്രവർത്തനമാണ്. പക്ഷേ അദ്ദേഹത്തിന് തെറ്റുപറ്റി. ഇന്ന് വരെ നായർ സർവീസ് സൊസൈറ്റിയിൽ ഒരു 6 പേര് വിയോജിപ്പ് പ്രകടിപ്പിച്ചു, 8 പേര് സപ്പോർട്ട് ചെയ്തു. നോ നെവർ യുനാനിമസ്. പ്ലീസ് ശ്രീകുമാർ ചേട്ടാ ഒന്ന് മനസ്സിലാക്കണം. ഒന്നിച്ച് ഒറ്റ ഇതായിട്ട് മാത്രമേ ഇന്ന് വരെ നടന്നിട്ടുള്ളൂ. ഒരാളെങ്കിലും എതിർത്തിട്ടുണ്ടെങ്കിൽ ആ ആള് പുറത്തു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം പാളയത്തിൽ തന്നെ പടയാണ്. അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. പാളയത്തിൽ പടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ടർ ബോർഡിന്റെ, എന്റെ ഒരു ഉത്തമ സുഹൃത്തായിരുന്നു ഡയറക്ടർ ഹരികുമാർ കോയിക്കൽ എന്ന് പറഞ്ഞ, ചെറുപ്പത്തിൽ മുതലേ ഉള്ളതാണ്. 1-to-1 ആണ്. ഈ 1-to-1 ആയതുകൊണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി നമുക്കറിയാം. ഇപ്പോൾ തന്നെ അവിടെ ഡയറക്ടർ ബോർഡിൽ അങ്ങേയറ്റം മനസ്സുകൊണ്ട് നിസ്സഹായാവസ്ഥ. അവര് എന്ത് ചെയ്യണം എന്നറിയില്ല. ഇനി അത് പൊട്ടിപ്പുറപ്പെടും. അവർ സപ്പോർട്ട് ചെയ്യില്ല. നമ്മുടെ കൂടെ ഉണ്ട്. രണ്ടാമത്, ഈ 1 വർഷത്തേക്ക് മകനെ ടെക്നിക്ക് പഠിപ്പിച്ചിട്ട് ടെക്നിക്കൽ മെമ്പറായിട്ട് കയറ്റിയിട്ട് എന്റെ ടെക്നിക്കെല്ലാം കൂടെ പഠിപ്പിച്ചിട്ട് പെർമനന്റ് ആയിട്ട് ഡയറക്ടർ ബോർഡ് മെമ്പറാക്കി അടുത്ത ഇതിലോട്ട് വരാം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ ആ ഡയറക്ടർ ബോർഡ് മെമ്പർമാര് എല്ലാവരും കൂടി അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു ആംഗിളിലൂടെ നോക്കണം. പിന്നെ എനിക്കുള്ള ഒറ്റ റിക്വസ്റ്റ്, ഞങ്ങൾ ഈ പബ്ലിഷ് ചെയ്ത ബുക്ക്, അതായത് ദേവദാരുവിലെ ഇത്തിൽ കണ്ണികളെ എങ്ങനെയെങ്കിലും ഒന്ന് വായിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഈ ഒരു ആറ്റിറ്റ്യൂഡ് അത് 100% മാറി. നമ്മൾ ആർക്കും എതിരല്ല. NSSന്റെ അകത്ത് നടക്കുന്ന ഈ വളരെ സ്പഷ്ടമായിട്ട് ഞങ്ങൾ തുറന്നു കാണിച്ചിരിക്കുന്നു. അതിനൊരു ഉത്തരമാണ് ഞങ്ങൾ NSSൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അത് പറയുന്നില്ല. ദൂരെ നിന്ന് കല്ലെറിഞ്ഞിട്ട് ഓടുക. ശരി, ഇതിലപ്പുറം, അതായത് അകത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് വിളിച്ചു പറയപ്പെടുന്നു, അത് ഒരു നാണക്കേട് ഉണ്ടാക്കുന്നു എന്നതിലപ്പുറം വലിയൊരു യുദ്ധമായി ഇത് മാറാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഇതിൻ്റെ ഒരു ഘടന വെച്ചിട്ട്, ഇതിൻ്റെ ഭരണഘടനയും അതുപോലെ തന്നെ നാളിതുവരെയുള്ള NSSന്റെ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ നിലവിലുള്ള ഒരു ജനറൽ സെക്രട്ടറിയെ മാറ്റൽ അത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല. പക്ഷേ ചരിത്രത്തിൽ പലതും സംഭവിച്ചിട്ടുണ്ട്. അസാധ്യമെന്ന് നമ്മൾ കരുതിയ പലതും സംഭവിച്ചിട്ടുണ്ട്. അതിന് നേതൃത്വം നൽകുന്നവരുടെ കഴിവും അവരുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെ എണ്ണവും ഒക്കെ ഒരു വലിയ ഘടകമാവും. ഇത്തവണത്തെ കാറ്റൊരു കൊടുങ്കാറ്റാവുമോ അതോ ചായക്കപ്പയിലെ കൊടുങ്കാറ്റാവുമോ എന്നുള്ള കൗതുകം കേരള സമൂഹത്തിനുണ്ട്. ഇത് അങ്ങനെ ആകാതിരുന്നാൽ ബ്രിഗേഡിയർക്കൊക്കെ തലയുയർത്തി നിൽക്കാം. അതല്ലെങ്കിൽ പരാജയപ്പെട്ട ഒരു പ്രതിവിപ്ലവം എന്നുള്ള നിലയ്ക്ക് ഇതും ചരിത്രത്തിൽ രേഖപ്പെടുത്തും എന്നാണ് അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല, യുദ്ധമുന്നണിയിൽ പടനായകനായി നിൽക്കുന്നയാളുടെ വിശ്വാസ്യത പൊതുസമൂഹത്തിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. അത് പരിഗണിച്ചാൽ സുകുമാരൻ നായർക്ക് ഞാൻ വിചാരിക്കുന്നു ഗണേഷ് കുമാറിനേക്കാൾ വിശ്വാസ്യതയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ബ്രിഗേഡിയർ കൂടി ഉൾക്കൊള്ളണം എന്നുള്ളത് ഒരു കേവലമായ ഒരു യാഥാർത്ഥ്യമാണ്. അത് ഉൾക്കൊള്ളാതെ മുന്നോട്ട് പോയാൽ ശരി, വ്യക്തികൾ വിഷയമല്ല. ശരി, നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി പുറത്തു വരാനിരിക്കുന്നത്, അതിനുള്ള മറുപടികൾ എന്താകുമെന്ന്. വളരെ നന്ദി ശ്രീ N. ശ്രീകുമാർ, ശ്രീ KG ജ്യോതിർ ഘോഷ്, ശ്രീ ജോർജ് പിടിപ്പാറ, ശ്രീ ബ്രിഗേഡിയർ മോഹൻപിള്ള. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.